അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 20-ഉം 21-ഉം തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കാം. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ശിരസിൽ തീക്കനൽ കൂട്ടാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തീക്കനൽ എന്ന് പറയുന്നത്, കനൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകവും അടയാളവുമാണ് ബൈബിളില്. പരിശുദ്ധാത്മാവ് അഗ്നി രൂപത്തിൽ, കനലിന്റെ രൂപത്തിൽ, തീ നാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശിരസിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയ്ക്കാൻ ഇടയായാൽ നമുക്ക് ദൈവം ഒരു പ്രത്യേക പ്രതിഫലം നൽകുമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് സുഭാഷിത പുസ്തകം 22-ാമത്തെ അധ്യായത്തിലാണ്. എന്താണ് ഈ തീക്കനല്? സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനം. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന് തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. റോമാലേഖനത്തെ കേട്ട അതേ വചനം ഒരിക്കൽ കൂടി പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേൾക്കാണ്. നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ എന്ത് തീക്കനൽ കൂട്ടും? പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. അതുവഴി കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മളുമായിട്ട് ഭിന്നതയിലിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഞാനുമായിട്ട് പ്രശ്നത്തിരിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രശ്നത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ സാധ്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമുക്ക് ചില പ്രത്യേക പ്രതിഫലം നൽകുമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അച്ഛൻ ബൈബിളിൽ അതിന് പറ്റിയൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ യാക്കോബും ഏസാവുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാമത്തെ അധ്യായം മുതൽ യാക്കോബിന്റെ ഏസാവിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. ഈ യാക്കോബ് ഏസാവ് എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയാവോ? അവർ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ 2 ആട്ടുമുട്ടന്മാർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? അതേ സ്വഭാവമുള്ളവനാണ് ഏസാവ് യാക്കോബ്. എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തിപിടുത്തം കൂടിയിരിക്കുന്നവരാണ് ഈ ഏസാവ് യാക്കോബ്. അങ്ങനെ ഏസാവ് യാക്കോബ് ഈ ഭൂമിയിൽ ജനിച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ പിതാവിന്റെ അനുഗ്രഹം ഒരു പ്രത്യേക രീതിയിൽ യാക്കോബ് ഏസാവിനെ വഞ്ചിച്ച് തട്ടിയെടുത്തു. അങ്ങനെ യാക്കോബ് ഏസാവിനെ വഞ്ചിച്ച് പിതാവിന്റെ അനുഗ്രഹം തട്ടിയെടുത്തു. ആ നാള് മുതൽ ഏസാവിന് യാക്കോബിനോട് ഒരു പ്രത്യേക കലിയാണ്, ഒരു പ്രത്യേക ദേഷ്യമാണ്. അങ്ങനെ യാക്കോബ് ആ ദേശത്ത് നിക്കക്കള്ളിയില്ലാതെ ലാബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒളിച്ചോടി. അങ്ങനെ ലാബാൻ എന്ന വ്യക്തിയുടെ അടുത്ത് യാക്കോബ് ചെന്നു. അങ്ങനെ യാക്കോബ് അനേക വർഷക്കാലം അവിടെ ജോലി ചെയ്തു. അവന് ഭാര്യമാരായി, മക്കളുണ്ടായി, ആടുമാടുകളും സ്വമ്പത്തുമൊക്കെ കുറേശ്ശെ ഉണ്ടായി തുടങ്ങി. എന്നാലും യാക്കോബിന്റെ ജീവിതം എത്രയായിട്ടും അനുഗ്രഹം പ്രാപിക്കുന്നില്ല. പലതരത്തിലുള്ള ദുർദർശങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ വരികയാണ്. യാക്കോബിന്റെ അമ്മായിയപ്പൻ യാക്കോബിനെ പല പ്രാവശ്യം പറ്റിച്ചു. യാക്കോബിന്റെ അളിയന്മാർ പല പ്രാവശ്യം യാക്കോബിനെ കൂലിയിൽ വ്യത്യാസം വരുത്തി. അങ്ങനെ എല്ലാ തരത്തിലും യാക്കോബ് കുറെ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. അത് എത്ര വർഷം വന്നറിയാവോ? 20 വർഷക്കാലം യാക്കോബ് അവിടെ കിടന്ന് ഞെരുങ്ങി. എന്ന് പറഞ്ഞാൽ ആടുകൃഷിയുടെ കാര്യത്തിലും മറ്റ് പല കാര്യത്തിലും യാക്കോബ് അനേക വർഷക്കാലം അവിടെ കിടന്ന് ഞെരുങ്ങി. അങ്ങനെ യാക്കോബ് മടുത്തു. അങ്ങനെ യാക്കോബ് മടുത്ത് ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് വളരെ സങ്കടപ്പെട്ട് ഒരു ദിവസം മുഖം കുനിച്ചിരിക്കുകയാണ്. ദൈവം വന്നിട്ട് പറഞ്ഞു, യാക്കോബേ, നീ എന്താണ് ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നത്? നീ എന്താണ് തല കുനിച്ചിരിക്കുന്നത്? നീ തല ഉയർത്തി നോക്കാൻ പറഞ്ഞു. യാക്കോബ് തല ഉയർത്തി നോക്കി കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനോട് ഒരു കാര്യം പറഞ്ഞു. യാക്കോബേ, നീ സങ്കടപ്പെടണ്ട, മറ്റുള്ളവർ നിനക്കെതിരെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് യാക്കോബിനോട് പറഞ്ഞു. അങ്ങനെ യാക്കോബ് ദൈവത്തെ നോക്കി കഴിഞ്ഞപ്പോൾ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് ഈ 20 വർഷമായിട്ടും താൻ എന്താണ് അനുഗ്രഹം പ്രാപിക്കാത്തത്? ഈ 20 വർഷമായിട്ടും തനിക്ക് എന്താണ് ചില തടസ്സങ്ങൾ വരുന്നത്? 20 വർഷമായിട്ടും മറ്റുള്ളവർ എന്താണ് എന്നെ പറ്റിക്കുന്നത്? 20 വർഷമായിട്ടും ഞാൻ എന്താണ് അഭിവൃദ്ധി പ്രാപിക്കാത്തത് എന്നതിന്റെ കാരണം ദൈവത്തിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോൾ യാക്കോബിന് മനസ്സിലായി. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് യാത്ര പുറപ്പെട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാബോക്ക് എന്ന് പറയുന്ന കടത്തിന്റെ സമയം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ദൈവത്തിന്റെ ചൈതന്യം, ദൈവദൂതൻ
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാക്കോബിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, യാക്കോബേ, ഇന്ന് മുതൽ നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. യാക്കോബേ, ഇന്ന് മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇന്ന് മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റിയിരിക്കുന്നു. അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് 20 വർഷമായിട്ടും അനുഗ്രഹം പ്രാപിക്കാതിരുന്ന യാക്കോബ് ഈ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക തീരുമാനമെടുത്തപ്പോൾ അനുഗ്രഹം പ്രാപിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ തിരുവചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, യാക്കോബ് യാബോക്ക് എന്ന് പറയുന്ന കടത്ത് കടന്ന് അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഏസാവ് എന്ന് പറയുന്ന യാക്കോബിന്റെ സഹോദരൻ, അവന്റെ കൂടപ്പിറപ്പ് ഈ യാക്കോബ് വരുന്നുള്ള വാർത്ത കേട്ടു. യാക്കോബ് വരുന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ 20 വർഷമായിട്ട് യാക്കോബിനോട് ഒടുങ്ങാത്ത കലിയും പകയുമാണ് ഏസാവിന് മനസ്സിലുള്ളത്. അതുകൊണ്ട് യാക്കോബിനെ അടിച്ച് നിരപ്പാക്കാൻ പാകത്തിൽ കുറെ ആൾക്കാരെ കൂടെ കൂട്ടിച്ചേർത്ത് ഏസാവ് യാക്കോബിന്റെ വരവും പ്രദേശത്ത് നിൽക്കുന്ന രംഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിന് 1 മുതൽ തിരുവചനങ്ങൾ. അത് വളരെ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം. യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. പുഴ കടന്ന് യാക്കോബ് തലയുയർത്തി നോക്കി കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരൻ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. അടുത്ത വാക്യം. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലെയായുടെയും റാഹേലിന്റെയും 2 പരിചാരകന്മാരുടെയും അടുക്കലായി നിർത്തി. ഈ 400 പേരുടെ അകമ്പടിയോടുകൂടി ഏസാവ് തന്നെ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? തന്റെ മക്കളെ മുഴുവൻ വേർതിരിച്ച് 2-3 ലൈനായിട്ട് ഇങ്ങനെ മുമ്പിൽ നിർത്തി. അടുത്ത വാക്യം. അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുമ്പിലും ലെയായെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. ഹല്ലേലൂയ. യാക്കോബ് മക്കളെയും പരിചാരികമാരെയും എല്ലാവരെയും മുൻപിൽ നിർത്തുക. കാരണം എന്താ? അടി വരുവാണെങ്കിൽ ആദ്യം ആർക്കട്ട് കൊള്ളണം? അടി വരികയാണെങ്കിൽ ആർക്കട്ട് കൊള്ളണം? മക്കൾക്കിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊട്ടണമെന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ യാക്കോബ് അതിനു വേണ്ടി അല്ല അങ്ങനെ നിർത്തുന്നത്. അടുത്ത വാക്യം കേൾക്കാം. അവൻ അവരുടെ മുമ്പേ നടന്നു. യാക്കോബ് മക്കളെയും പരിചാരികമാരെയും എല്ലാവരെയും മുൻപിൽ നിർത്തിയിട്ട് യാക്കോബ് പറയില്ലെന്ന് നടന്ന് യാക്കോബ് അവരുടെ മുൻപേ നടന്നു. അടുത്ത വാക്യം. സഹോദരന്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. 7 പ്രാവശ്യം ഏസാവിന്റെ മുമ്പിൽ നിലം മുട്ടെ താണു വണങ്ങി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അടുത്ത വാക്യം. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഇത് കണ്ട ഏസാവ് എന്ത് ചെയ്തു? ഏസാവ് ഓടിച്ചെന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൊമ്പ് കോർക്കാൻ നിന്ന ഏസാവിനെ കുഞ്ഞാടാക്കി മാറ്റി യാക്കോബ്. ഏസാവിന്റെ മനസ്സിൽ അനേക കാലങ്ങളായിരുന്ന വെറുപ്പ്, ആ വെറുപ്പ് യാക്കോബ് മുട്ടുകുത്തി ക്ഷമ ചോദിച്ചപ്പോൾ ഏസാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനാൽ തന്നെ യാക്കോബിന് ദൈവം അനുഗ്രഹം കൊടുത്തു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് 20 വർഷങ്ങൾക്ക് ശേഷം അനുഗ്രഹം പ്രാപിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതാണ്. തന്റെ സഹോദരനോടുണ്ടായിരുന്ന ഭിന്നത, വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം അത് അവസാനിക്കാൻ തക്ക വിധം ഏസാവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോഴെന്ന് ആ രാത്രിയിലാണ് യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചത്. എന്ന് പറഞ്ഞാൽ യാക്കോബ് ഏസാവിനോട് രമ്യതപ്പെടാൻ തീരുമാനമെടുത്ത രാത്രിയിൽ യാക്കോബിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ദൈവം അനുഗ്രഹിച്ചു. അവന് അഭിവൃദ്ധി നൽകി അനുഗ്രഹിച്ചു. അവന്റെ പേര് മാറ്റി അവൻ അഭിവൃദ്ധി ഉണ്ടായി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം കേട്ട തിരുവചന ഭാഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കണ്ണിൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം യേശുവെ എന്ന് വിളിച്ചാലും, എത്ര ചങ്കുപൊട്ടി വിളിച്ചാലും, നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് രമ്യതപ്പെടാൻ തീരുമാനമെടുത്തിട്ട് മാത്രം പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ഒരു അണക്കെട്ട് പുഴയുടെ ഗതിയെ തടയുന്നത് പോലെ, സൂര്യപ്രകാശത്തെ കാർമേഘം തടഞ്ഞു നിർത്തുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒഴുകി വരാനുള്ള തടസ്സമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുപ്പം, വൈരാഗ്യം, ദേഷ്യം എന്ന് പറയുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം പറഞ്ഞ ഹല്ലേലൂയ, മനസ്സ് വന്ന് ഹല്ലേലൂയ. ഇന്ന് അനേകം കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്ത ഒരു തടസ്സം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് രമ്യതപ്പെടാൻ പറ്റാതിരിക്കുന്ന ഹൃദയത്തിന്റെ കെട്ടുകളാണ്.
നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉത്തരവുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. യാക്കോബ് ഏസാവിനോട് രമ്യതപ്പെടാൻ തീരുമാനമെടുത്തു. ക്ഷമ പറയുന്നതിന് മുമ്പ് തന്നെ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം പറഞ്ഞു ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഹൃദയത്തിൽ അല്പം ദേഷ്യമോ വൈരാഗ്യമോ ഇറിറ്റേഷനോ ഏതെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ അഭിഷേകമായിട്ട് മാറില്ല. ഒരുപക്ഷെ മദ്യപിച്ച് വരുന്ന ഭർത്താവ്, നിന്നെ കുറ്റം പറയുന്ന ജീവിത പങ്കാളി, നിന്നെ തെറി പറയുന്ന മക്കള്, വഞ്ചിച്ചവര്, വാക്ക് പാലിക്കാതിരുന്നവർ ഒത്തിരി വ്യക്തികളുണ്ടാവാം. അവരോട് ആരോടെങ്കിലും അല്പമെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ അവരെ കുറിച്ച് ദുഃഖമോ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ അനുഗ്രഹം പ്രാപിക്കില്ല. അനേക വർഷങ്ങൾ യാക്കോബ് ജീവിച്ചു. 20 വർഷമായിട്ടും ഒരഭിവൃദ്ധി ഉണ്ടായില്ല. യാക്കോബ് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, യാക്കോബ് ദൈവത്തെ നിലവിളിച്ചിരുന്നു, പക്ഷെ അഭിവൃദ്ധി ഉണ്ടായില്ല. യാക്കോബിന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിന്റെ കുറവ് എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കുറവ് വെളിപ്പെടുത്തപ്പെട്ട ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബ് അഭിഷേകവും അഭിവൃദ്ധിയും പ്രാപിച്ചത്. ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിലേക്ക് 2 കരങ്ങളും ഉയർത്തി ഏതെങ്കിലും വ്യക്തികളോട്, ഒരുപക്ഷെ മാതാപിതാക്കളോടാവാം, സഹോദരങ്ങളാവാം, ജീവിത പങ്കാളിയോടാവാം, മക്കളോടാവാം, ആരോടെങ്കിലും ഹൃദയത്തിൽ അല്പമെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ മകനെ മകളെ നീ നന്നായിട്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. നീ നന്നായിട്ട് മനസ്സിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. എസ്തപ്പാനോസ് എത്രയോ നന്മ ചെയ്തു, എന്നാൽ സ്വർഗം തുറക്കപ്പെടുന്ന ദർശനം കിട്ടിയത് എസ്തപ്പാനോസ് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചപ്പോൾ മാത്രമാണ്. 70 പ്രാവശ്യം ക്ഷമിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ യാക്കോബ് 7 പ്രാവശ്യം മുട്ടുകുത്തി ക്ഷമ ചോദിച്ചത്. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ നന്നായി ഉയരട്ടെ. 3 മണിക്കൂർ കുരിശിൽ പിടഞ്ഞ് മരിച്ച ശത്രുക്കളോട് ക്ഷമിച്ച യേശുവിനെ മനസ്സിൽ കാണുക. യേശുവിനെ മനസ്സിൽ കണ്ട് ഹൃദയത്തിൽ ആരോടെങ്കിലും, കുടുംബത്തിലോ വ്യക്തിയിലോ ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ രാഗം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ പരിപൂർണമായ തീരുമാനമെടുത്ത് 2 കരങ്ങൾ ഉയർത്തി അതിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പ്, ദേഷ്യം, വൈരാഗ്യമായ കല്ലിച്ചുമായ ഹൃദയത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ കല്ലിച്ചുമായ അവസ്ഥകൾ വിട്ടുമാറി പോകട്ടെ, മാംസമായ ഹൃദയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു, യേശുവേ. ക്ഷമിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ, ക്ഷമിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, ആരാധന, യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ അടയാളങ്ങളും അടയാളങ്ങളും വിടുതലുകളും വിടുതലുകളും സൗഖ്യങ്ങളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അഭിഷേകങ്ങളും അഭിഷേകങ്ങളും ഈ സമൂഹത്തിന്റെ മേൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവേ, 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 അവിടുത്തെ അത്ഭുത സാന്നിധ്യത്താൽ, അവിടുത്തെ അത്ഭുത സാന്നിധ്യത്താൽ എല്ലാ തിന്മയുടെ കോട്ടകളും, എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ, തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കാലാകാലങ്ങളായി, കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ തകർച്ചകളിലേക്കും, ഓരോ തകർച്ചകളിലേക്കും, തടസ്സങ്ങളിലേക്കും, തടസ്സങ്ങളിലേക്കും
പ്രയാസങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. അവിടെ എഴുന്നള്ളി വരണമേ. യേശുവേ 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 അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. യേശുവേ 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 അവിടുത്തെ അത്ഭുത ശക്തി അവിടുത്തെ അത്ഭുത ശക്തി മിന്നൽ പിണരുകൾ പോലെ മിന്നൽ പിണരുകൾ പോലെ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ പ്രത്യേക പിതാക്കന്മാരായ ഞങ്ങളുടെ പ്രത്യേക പിതാക്കന്മാരായ വിശുദ്ധ യൗസേ പിതാവേ, വിശുദ്ധ യോസേഫ് പിതാവേ, വിശുദ്ധ തോമസ് ലീഹായെ, വിശുദ്ധ തോമസ് ലീഹായെ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ അൾത്താരയിൽ വന്ന് ഈ അൾത്താരയിൽ വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ ഗീവർഗീസേ, വിശുദ്ധ ഗീവർഗീസേ, വിശുദ്ധ അന്തോനീസേ, വിശുദ്ധ അന്തോനീസേ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ പാദ്രെ പിയോ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ വിശുദ്ധകളെ വിശുദ്ധരെ വിശുദ്ധകളെ ഇപ്പോൾ ഈ അൾത്താരയിൽ വന്ന് ഇപ്പോൾ ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മുഖ്യ ദൂതന്മാരായ മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, വിശുദ്ധ റഫായേൽ, ഊരിയ വാളുമായി ഊരിയ വാളുമായി അനേക വ്യൂഹം മാലാകമാരോട് കൂടെ അനേക വ്യൂഹമാലാഖമാരോടുകൂടെ ഈ സമൂഹത്തിന് ചുറ്റിലും ഈ സമൂഹത്തിന് ചുറ്റിലും ഇപ്പോൾ അണിനിരക്കണമേ. ഇപ്പോൾ അണിനിരക്കണമേ. ഇവിടെ ഒഴിഞ്ഞു പോകുന്ന ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എല്ലാ ദുർബാധകളെയും എല്ലാ ദുർബാധകളെയും എല്ലാ നാരകീയ സേനകളെയും എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും ആട്ടിപ്പായിച്ച് 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 നിത്യ നരകാഗ്നിയിൽ ബന്ധിക്കണമേ. നിത്യനരകാഗ്നിയിൽ ബന്ധിക്കണമേ. അവ ഇനി ഒരിക്കലും അവ ഇനി ഒരിക്കലും ഞങ്ങളിലേക്കോ ഞങ്ങളിലേക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കോ കുടുംബാംഗങ്ങളിലേക്കോ തിരിച്ചു വരാതിരിക്കട്ടെ. തിരിച്ചു വരാതിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. ഇപ്പോൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളും പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും മാറാരോഗങ്ങളും കൂടെ കൂടെ വരുന്ന പനികളും കൂടെ കൂടെ വരുന്ന പനികളും ക്യാൻസർ രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും വിട്ടുമാറി പോകട്ടെ. വിട്ടുമാറി പോകട്ടെ. യേശുവേ യേശുവേ മാറി 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 കുടുംബാംഗങ്ങളിലേക്ക് വരുന്ന കുടുംബാംഗങ്ങളിലേക്ക് വരുന്ന ക്യാൻസർ രോഗത്തിന്റെ ക്യാൻസർ രോഗത്തിന്റെ ആധിപത്യങ്ങളെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശാസിക്കുന്നു. പകർച്ചവ്യാധികളെ പകർച്ചവ്യാധികളെ ശാസിക്കുന്നു. ശാസിക്കുന്നു. യേശുവേ യേശുവേ മരണകരമായ പനികളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, പുത്രനായി യേശു ക്രിസ്തുവിന്റെ നാമം അയച്ച് ഈ സമൂഹത്തിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും എല്ലാ പകർച്ചവ്യാധികളുടെയും എല്ലാ ദുരദൃഷ്ടങ്ങളുടെയും എല്ലാ തരത്തിലുള്ള രോഗത്തിന്റെയും ക്യാൻസറിന്റെയും മറ്റനേക തരം തകർച്ചകളുടെയും അരൂപികളും ശക്തികളും സ്വാധീനങ്ങളും പാരമ്പര്യങ്ങളും ആധിപത്യങ്ങളും അടിമത്തങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. രോഗപീഠകൾ മാറാവ്യാധികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. രോഗപീഠകൾ മാറാവ്യാധികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. രോഗപീഠകൾ മാറാവ്യാധികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാഥാവിനാഥനാം മിശിഹാനാഥ നിന്നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. നാഥാവിനാഥനാം മിശിഹാനാഥ നിന്നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ ഇവയെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എല്ലാ തരത്തിലുള്ള അപകടങ്ങളുടെ ആധിപത്യങ്ങളെയും സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുർമരണങ്ങൾ, അകാല മരണങ്ങൾ, അപകടങ്ങൾ, ആത്മഹത്യകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് അന്ധകാര ബന്ധനങ്ങൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. Oh, power. അത്ഭുതമായ വിടുതൽക്കെന്നും അവകാശം, അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ, സ്വന്തം പ്രവൃത്തികളിലൂടെയും സ്വന്തം വാക്കുകളിലൂടെയും മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശാപത്തിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഉയർച്ച പ്രാപിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും ദൈവത്തെ ആരാധിക്കാനും നിത്യരക്ഷ പ്രാപിക്കാനും തടസ്സമുണ്ടാക്കുന്ന എല്ലാ ശാപങ്ങളും ശാപത്തിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടി തകരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ദൈവമേ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ കെട്ടുകൾ അഴിയട്ടെ. സാത്താനേ, നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ബന്ധനമഴിയട്ടെ, വിശ്വാസത്തോടെ പൊട്ടട്ടെ. ആവർത്തിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യ കാരുണ്യ ആശീർവാദം നൽകി പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് കോമ്പൗണ്ടിനെയും ഭവനത്തെയും സ്ഥാപനങ്ങളെയും തൊഴിൽശാലകളെയും ആശീർവദിച്ച് എല്ലാ കൂടോത്ര ശക്തികളെയും ബന്ധിച്ചു കെട്ടി പ്രാർത്ഥിക്കുകയാണ്. എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, എതിർ ക്രിയകൾ, കൂടോത്രങ്ങൾ, ദുഷ്ടാരിയുടെ ശല്യങ്ങൾ ഇവ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് വെച്ച് പൂജയോ കോഴിവെട്ടോ ഒന്നാം പ്രമാണ ലംഘനങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണത ഫലമായി ഏതെങ്കിലും തകർച്ചകൾ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ എല്ലാ എതിർശക്തികളും എല്ലാ മന്ത്രതന്ത്രങ്ങളും എല്ലാ ക്ഷുദ്രങ്ങളും കൂടോത്രങ്ങളും തകർന്ന് ഛിന്നഭിന്നമായി കുടുംബങ്ങളും വംശങ്ങളും തലർമ്മകളും സ്ഥലങ്ങളും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക.
ഈ സമയത്ത് മറ്റ് നിയോഗങ്ങളും നിങ്ങൾക്ക് സമർപ്പിക്കാം. എന്ത് നിയോഗത്തോടു കൂടിയാണോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, ആ നിയോഗങ്ങളെല്ലാം ഇപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക. 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ കുരിശ് പറഞ്ഞുള്ള അത്ഭുതമായ വിടുതലിന് വേണ്ടി സഭയോട് ചേർന്ന് എല്ലാ അച്ഛന്മാരും ഒരുമിച്ച് ഏക മനസ്സോടെ ഈ സമൂഹത്തിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, പ്രകടമായി ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും, വസ്തുവകളിൽ നിന്നും, കെട്ടിടങ്ങളിൽ നിന്നും, സ്ഥലങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും കൂടോത്രത്തിനെയും മന്ത്രവാദത്തിനെയും പൈശാചിക ശക്തികളെ ബന്ധിച്ചു കെട്ടുന്ന ദുഷ്ടാത്മാവേ, നീ